അഗ്നിശമന സേന മേധാവി സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസ് IPSനെ മാറ്റാൻ മുഖ്യമന്ത്രി പറഞ്ഞ ന്യായവും പൊളിഞ്ഞു. ജേക്കബ് തോമസിനെതിരെ ഒരു പരാതി പോലും രേഖാമൂലം കിട്ടിയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പത്രവാർത്തകളും വാക്കാലുള്ള പരാതിയും അനുസരിച്ചാണ് നടപടി എടുത്തതെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകൾ വ്യക്തമാക്കുന്നു. ജേക്കബ് തോമസിനെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയത് വിവാദമായപ്പോൾ മുഖ്യമന്ത്രി വിശദീകരണവുമായി രംഗത്തു വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനമാറ്റം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻസ് ഫോറം വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചു. ജേക്കബ് തോമസിനെതിരെ ലഭിച്ച പരാതിയുടെ വിശദാംശങ്ങളായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ജേക്കബ് തോമസിനെതിരെ വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെയും മുഖ്യമന്ത്രിക്ക് വാക്കാൽ ലഭിച്ച പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ യോഗം അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തു നിന്നും നീക്കിയത് എന്ന വിശദീകരണമാണ് ലഭിച്ചത്. ജേക്കബ് തോമസിനെതിരെ രേഖാമൂലം പരാതികൾ ലഭിച്ചിരുന്നില്ല എന്നും ഈ മറുപടി വ്യക്തമാക്കുന്നു. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്തു നിന്നും ജേക്കബ് തോമസിനെ നീക്കം ചെയ്തുകൊണ്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനത്തിന്റെ വിശദാംശങ്ങളും മറുപടിയോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ജേക്കബ് തോമസിനെ നീക്കിയത് എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഉയർന്ന ആക്ഷേപം. ആരോപണം ശക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഈ വിശദീകരണത്തിൽ ഉയർന്ന വാദങ്ങളാണ് വിവരാവകാശ രേഖ പുറത്തുവരുമ്പോൾ പൊളിയുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.